നഗരത്തിന്റെ തിരക്കുകളൊന്നുമില്ലാതെ വാഹനങ്ങളുടെ ശബ്ദമില്ലാതെ ശാന്തമായിട്ടുള്ള ഒരു ജീവിതം പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ട്രെസ് ഒക്കെ വരുമ്പോഴേ ആരും ഇല്ലാത്ത നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഒന്നും മിണ്ടാതെ ഇരിക്കണമെന്ന്. അങ്ങനെ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. എന്നാ ഇവിടെ എത്തിയപ്പോ ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾക്ക് ഇതൊന്നും പരിചിതമല്ലല്ലോ. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിക്കുന്നത് ഈ ഒരു ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ തന്നെയാണ് കേട്ടോ. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞാനും ഉണ്ണിയും ഒരു നടത്തം അത് പതിവാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് നടത്തം നല്ലതാണെന്നല്ലേ പറയാറ്. ഞങ്ങളുടെ ഐലൻഡിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ഫ്രെയിമുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ആരും തന്നെ പ്രത്യേകിച്ച് വരാനില്ലാത്തതിനാൽ നമുക്ക് മതിവരുവോളം അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. ഈ കണ്ടോ, മിക്ക ഐലൻഡുകളിലെ റോഡുകളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ടാർ ചെയ്ത റോഡുകളൊക്കെ ഇവിടെ സ്വപ്നങ്ങളിൽ മാത്രം. വൈകുന്നേരം നല്ല രസമാണ് കേട്ടോ ഈ ഒരു നടത്തം. ആ കാണുന്ന ഫ്രൂട്ട് ഓർമ്മയുണ്ടോ? കഷിക്കയോ? പഴയൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് അതിന്റെ വേറൊരു മിനിയേച്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. ചെറിയ ഫ്രൂട്ടാണ് അതിലുള്ളത്. അത് കഴിക്കാറില്ല എന്നാണ് പറയുന്നത്. വവ്വാലുകളുടെ പ്രിയ ആഹാരമാണ് ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. നല്ല ഇളം വെയിലും കൊണ്ടുകൊണ്ട് ഒരു നടത്തം. അയ്യോ എന്തൊരു നേരെ പോകുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് സൺസെറ്റ് മതിവരോളം കാണാൻ വേണ്ടി പറ്റും. ഞാനും ഉണ്ണിയും മാത്രം, നിശബ്ദമായ ഒരു അന്തരീക്ഷം. നല്ല രസമാണ് കേട്ടോ. എത്ര വൈകിയാലും ഇവിടെ യാതൊരുവിധ ടെൻഷനും കാര്യങ്ങളും വേണ്ട. നമ്മൾ സേഫാണ് കേട്ടോ. ദേ അങ്ങ് അകലെ ഒരു ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നത് കണ്ടോ? ഇതൊരു പതിവ് കാഴ്ചയാണ് കേട്ടോ. ദേ തൊട്ടപ്പുറത്ത് വേറൊരു ഐലൻഡാണ് കേട്ടോ. ഞങ്ങളുടെ ഐലൻഡിനെക്കാളും ജനവാസമുള്ളതാണ് ആ ഒരു ഐലൻഡ് കേട്ടോ. ദേ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. നല്ല ഇളം കാറ്റ്, പിന്നെ കൊതുക് കടിയാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്ത കേട്ടോ. അങ്ങനെ ഞാനും ഉണ്ണിയും കുറേ നേരം അവിടെ നിന്ന് ആസ്വദിച്ച് കളിച്ചു. വെക്കേഷൻ വരുമല്ലേ, ഇതൊക്കെ വിട്ട് നമ്മൾ നാട്ടിലോട്ട് പോകാൻ പോവല്ലേ. ദേ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നേ. കുറേ നാളായിട്ട് ഈ ഭാഗത്തേക്ക് ഞങ്ങൾ അധികം വരാറില്ല. ഉണ്ണി ആദ്യം ഷോക്ക് അടിച്ച പോലെ നിന്നു. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ദേ നല്ലൊരു ഊഞ്ഞാല് കെട്ടി വെച്ചിരിക്കുന്നു. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. കുറെ നാളായിട്ട് ഞങ്ങൾ ഈ ഒരു സൈഡിലോട്ട് അധികം നടക്കാറില്ലായിരുന്നു. ഊഞ്ഞാല് കണ്ട സന്തോഷത്തിൽ നേരെ അതിൽ ഞാൻ ചാടിക്കേറിയിരുന്നു കേട്ടോ. കടൽ അല്പം തിര കൂടുതലായതുകൊണ്ട് തന്നെ ഉണ്ണി അധികം ഇറങ്ങാൻ നിന്നില്ല. മിക്ക ഐലൻഡുകളിലും ഇതുപോലെയുള്ള ഊഞ്ഞാല് കാണാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു മേജർ ആയിട്ടുള്ള അട്രാക്ഷൻ ആണ് ഈ ഒരു കടലിൽ സ്ഥാപിച്ചിട്ടുള്ള ഊഞ്ഞാൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഭാവിയിൽ ഒരുപാട് ടൂറിസം സാധ്യതയുള്ള ഒരു ഐലൻഡാണ് ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാനും ഉണ്ണിയും വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.